നമ്മളിനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അവിടെ വെള്ളിമാട് കുന്നിലെ ഗവൺമെന്റ് പ്രസ് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. സാങ്കേതിക പരിജ്ഞാനമുള്ള ജീവനക്കാരുടെ കുറവാണ് പ്രസിന്റെ പ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് കീഴിലെ വകുപ്പിൽ വരുന്ന പ്രിന്റിംഗ് പ്രസ്സിലേക്ക് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 24 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2000-ലാണ് വാടക കെട്ടിടത്തിൽ നിന്ന് വെള്ളിമാട് കുന്നുള്ള സ്വന്തം കെട്ടിടത്തിലേക്ക് സർക്കാർ പ്രസ് പ്രവർത്തനം മാറിയത്. അത്യാധുനിക പ്രിന്റിംഗ് ഉപകരണങ്ങളോടെയായിരുന്നു പ്രവർത്തനം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഏതാണ്ട് 70ഓളം സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള അച്ചടി നടന്നിരുന്നതും ഇതേ പ്രസ്സിൽ നിന്നു തന്നെ. എന്നാൽ ആവശ്യത്തിന് ജോലിക്കാരില്ലാതെയുള്ള പ്രവർത്തനം തുടർന്നതോടെ നിലവിൽ പ്രസ് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അത്യാധുനിക വെബ് ഓഫ്സെറ്റ് മെഷീൻ ഉൾപ്പെടെ കോടികളുടെ ഉപകരണങ്ങളാണ് വെള്ളിമാട് കുന്നിലെ ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസ്സിലുള്ളത്. കോഴിക്കോട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലേക്കുള്ള കേസ് ഷീറ്റുകളും ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ബിൽ ബുക്കുകൾ, അപേക്ഷാ ഫോമുകൾ എന്നിവയും സ്കൂളുകളിലേക്ക് ആവശ്യമായ ചോദ്യപേപ്പറുകളും എല്ലാം അച്ചടിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. എന്നാൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ജീവനക്കാർ ഇല്ലാത്തത് അച്ചടി ജോലികൾക്ക് വെല്ലുവിളിയാവുകയാണ്. ചുരുങ്ങിയത് 14 പ്രിന്റർമാരും 20 ബൈൻഡിംഗ് ജോലി ചെയ്യുന്നവരും 6 DTP ഓപ്പറേറ്റർമാരും പ്രസ്സിൽ ആവശ്യമാണ്. എന്നാൽ നിലവിലുള്ളത് പകുതിയിൽ താഴെ പേർ മാത്രം. ഓപ്പറേറ്റർമാർ ഇല്ലാതായതോടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാതാവുകയും തുരുമ്പെടുത്തു തുടങ്ങുകയും ചെയ്തു. മുമ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും OP ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ഓരോ സ്ഥാപനത്തിൻ്റെയും എല്ലാ വർക്കും ഇവിടെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ക്രമേണ അതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താ, ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ശ്രമം, ജീവനക്കാരെ പകരം വെക്കുന്നില്ല. അങ്ങനെ ഇവിടുന്ന് വർക്ക് മുന്നോട്ട് നീക്കേണ്ട ഒരു പ്രവൃത്തിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് ഈ ഗവൺമെൻറ് പ്രസ് അടച്ചുപൂട്ടാനുള്ള ഒരു ശ്രമം തന്നെയാണ്. പ്രസ്സിൽ നിന്ന് ജീവനക്കാർ സ്ഥലം മാറിപ്പോയാലോ വിരമിച്ചാലോ പകരം നിയമനം നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. അതർ ഡ്യൂട്ടി നിർത്തലാക്കണമെന്ന സർക്കാർ ഉത്തരവ് പ്രകാരം 5 പേരെ കഴിഞ്ഞ വർഷം പിരിച്ചുവിടുകയും ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന അപേക്ഷ സർക്കാരിന് മുന്നിൽ പലതവണ വന്നെങ്കിലും അനുകൂല ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കീഴിൽ വരുന്ന വകുപ്പിലാണ് ഈ അവഗണന. അച്ചടി അവതാളത്തിലായതോടെ നിലവിൽ ആവശ്യക്കാർക്കുള്ള ബിൽ ബുക്കുകളും ഫോമുകളും എത്തിക്കുന്നത് ഷൊർണൂരിൽ നിന്നാണ്. ഇത് സർക്കാരിനുണ്ടാക്കുന്നതാകട്ടെ വലിയ സാമ്പത്തിക ബാധ്യതയും. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രസിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്നത്. ഇതോടെ നശിക്കുന്നത് കോടികൾ വിലയുള്ള അച്ചടി ഉപകരണങ്ങളും. ഇങ്ങനെ പോയാൽ പ്രസ് എന്നേക്കുമായി അടച്ചിടേണ്ടി വരുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ജീവനക്കാർ. കോഴിക്കോട് നിന്ന് ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ നിരവധി സ്ഥാപനങ്ങളിലെ അച്ചടി ജോലികൾ ചെയ്യുന്ന പ്രസ്സിനാണ് ഈ ദുരവസ്ഥ. കോടികൾ മുടക്കി സ്ഥാപിച്ച അത്യാധുനിക മെഷീനുകൾ പ്രവർത്തിപ്പിക്കാതെ നശിപ്പിക്കുന്നത് എന്തിനാണെന്ന് ജീവനക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ. ഇപ്പോൾ ഇവിടെ ജീവനക്കാരെ കഴിഞ്ഞ വർഷം തന്നെ നിരവധി ആളുകളെ പിരിച്ചുവിട്ടു. അതോടൊപ്പം തന്നെ നിലവിലുള്ള പ്രിൻറ്റിംഗ് വർക്കുകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇത് ഷൊർണൂർ പോലെയുള്ള ഗവൺമെൻറ് പ്രസ്സിലേക്ക് കൊണ്ടുപോയി ആ പ്രവർത്തനങ്ങളൊക്കെ അവിടേക്ക് മാറ്റുന്നതിലൂടെ വലിയ ധനനഷ്ടവും ഒക്കെ ഈ ഗവൺമെൻറ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. 28.5 മാസമായിട്ട് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഡയറക്ടർ ഇരിക്കുക. നിരന്തരമായിട്ട് കത്തുകൾ യൂണിയൻ്റെ ഭാഗത്താണെങ്കിലും ഇവിടുത്തെ സൂപ്പറിൻ്റെ ഭാഗത്താണെങ്കിലും പോകുന്നുണ്ടെങ്കിലും യാതൊരു കാരണത്തിലും ഈ പ്രസ്സിലേക്ക് ആവശ്യമായ ജീവനക്കാരെ വെക്കാനോ അതിനുള്ള നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. ഇവിടെ ഇപ്പോൾ സർക്കാർ ജീവനക്കാർ പിരിഞ്ഞു പോകുന്ന പകരം ആളെ കൊടുക്കുന്നില്ല, പുതിയ തസ്തിക അനുവദിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ വരുന്ന പ്രിൻറ്റിംഗ് മെഷീൻ ഇവിടെ വൃഥാ കിടക്കുന്നു. അതുമാത്രവുമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊടുക്കേണ്ട, പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കേണ്ട, മരുന്ന് എഴുതേണ്ട ഫോം വരെ അടിച്ചു കൊടുക്കുന്ന പ്രസ്സിലിപ്പോൾ അത് അടിക്കാൻ പറ്റുന്നില്ല. മെഡിക്കൽ കോളേജ് ഫോം തുറന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തെ കൊന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുള്ള സ്ഥാപനമാണിത്. അടിയന്തരമായി സർക്കാർ ഇടപെടണം.